ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു സീനെ കുറിച്ചാട്ടോ. അങ്ങനെ രാത്രി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് സച്ചിൻ രേവതി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. കാരണം അവർക്കൊരു മത്സരത്തിൽ പങ്കെടുത്തിട്ട് 1,00,000 രൂപ വലിയൊരു ട്രോഫി കിട്ടി. ആ മത്സരത്തിൽ അശ്വിനും നമ്മുടെ സച്ചിയും രേവതിയും അതുപോലെ തന്നെ നമ്മുടെ സുധിയും ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ ആ 3 പേരും, അതായത് വർഷയും ശ്രീനാഥും, ഇവർ 3 പേരാണ് പങ്കെടുക്കുന്നത്. പക്ഷെ സമ്മാനം കിട്ടുന്നത് രേവതിക്കും സച്ചിക്കണം. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ സച്ചി രാത്രി ഇങ്ങനെ പാട്ട് പാടുമ്പോൾ രേവതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാട്ട് പാടല്ലേ, ശരിയാ പാട്ട് പാടിക്കാൻ എല്ലാവരും എഴുന്നേക്കും, നമുക്ക് നല്ല റൊമാൻറ്റിക് ആയാലോ എന്ന് പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങളൊന്ന് മര്യാദയ്ക്ക് ഇരുന്നേ, നമുക്കതിന് സംസാരിച്ചിരിക്കാവുന്ന സമയമില്ലെന്ന് പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ പിടിച്ചിട്ട് കട്ടിലേക്ക് ഇങ്ങനെ കിടത്താൻ പോകുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഓ നിങ്ങളുടെ ഒരു കാര്യം, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ പറയാൻ വന്നതേ ഇന്ന് നമുക്ക് സമ്മാനത്തുകയൊക്കെ കിട്ടിയല്ലോ, നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവുമല്ലേ. പിന്നെ എല്ലാവർക്കും സന്തോഷമായി, ചന്ദ്രമതിക്ക് ഒഴിച്ചെന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, പക്ഷേ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളെക്കുറിച്ച് അവർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഏറ്റവും നല്ല ബെസ്റ്റ് ജോഡിയെന്ന്. അതെ, നമ്മൾ ബെസ്റ്റ് ജോഡി തന്നെയല്ലേ, അതിന് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അവർ പറയാതെ തന്നെ നിനക്കത് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതറിയാം, പക്ഷെ വേറൊരാൾ പറയുമ്പോൾ അതൊരു അംഗീകാരമല്ലേ, നമ്മളെ നാളെ പത്രത്തിലും ടി വിയിലൊക്കെ കാണിക്കുമല്ലേ. പിന്നെ അതൊക്കെ ഓൾറെഡി ഇപ്പം തന്നെ വന്നിട്ടുണ്ടാവും ടി വിയിലൊക്കെ, പിന്നെ പത്രത്തിൽ അത് നാളെ വരുമായിരിക്കും, നമുക്ക് സമ്മാനം കിട്ടിയ ഫോട്ടോ അടക്കാം. എനിക്ക് അതായത് അവർക്ക് ട്രോഫി കിട്ടില്ല, ആ ട്രോഫി നോക്കി നോക്കി മതിയാക്കണില്ല എന്ന് പറയണം. അങ്ങനെ നമ്മുടെ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും ഈ റൊമാൻറ്റിക് ആവാൻ മാത്രമേ അറിയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ എൻ്റെ ഭാര്യയുടെ തരാണ്ട് വേറെ അടുത്ത റൊമാൻറ്റിക് ആവേണ്ടതെന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതിക്ക് ഒരു നാണമൊക്കെ വരും കേട്ടോ. നല്ല രസമുണ്ട് ഇപ്പോൾ തമിഴിലെ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട്, നല്ല റൊമാൻറ്റിക് സീനൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.